നമസ്കാരം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒടിവ്, ചതവ്, ഉളുക്ക്, പിടലി വേദന അല്ലെങ്കിൽ ബാക്ക് പെയിന്, നീർക്കെട്ട് ഉണ്ടാവുക, കാലിൻ്റെ മുട്ടിനൊക്കെ നടക്കാൻ പറ്റാത്ത തരം തേയ്മാന ബുദ്ധിമുട്ടുകൾ, അവിടെ കൂടുതൽ ചുവന്ന് തടിച്ചു വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ പ്രായഭേദമന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓയിൽ പറയട്ടെ. ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതെ, മുറിവെണ്ണ തന്നെയാണ്. ഈ മുറിവെണ്ണ തന്നെ അതിൻ്റെ മറ്റൊരു ഫോമിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമേ. എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഇത് പ്രായമായവർക്ക് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചോ? അല്ല, ഇത് കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങളുടെ വീടാകുമ്പോൾ നമുക്കറിയാം, ഇടയ്ക്ക് വീണ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വേദനയും അവിടെ ഇങ്ങനെ ബമ്പായിട്ട് അല്ലെങ്കിൽ പൊങ്ങി വീർത്ത് വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്, നെറ്റിയൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരം അവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് മാത്രമല്ല, മുറിവ് സംഭവിച്ചിട്ടുണ്ടല്ലോ, തീപ്പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലോ ഒക്കെ തന്നെ പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓയിലാണ് മുറിവെണ്ണ എന്നുള്ളത്. ടെന്നീസ് എൽബോ, ഗൗട്ടി ആർത്രൈറ്റിസ്, ലിഗമെന്റ് ടിയർ പോലുള്ള പ്രശ്നങ്ങളും മസിലിന് പെയിന് വരുന്ന അവസ്ഥയിലും ഒക്കെ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. ഇനിയാണെങ്കിലോ ചില സമയങ്ങളിൽ നമുക്ക് മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതല്ലേ. പേര് പോലെ തന്നെ മുറിവിന് ഉപയോഗിക്കുന്ന എണ്ണ മാത്രമല്ല, മറ്റു പല ഗുണങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് മുറിവിനും ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. നമുക്കൊരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റാനായിട്ട് ചെറിയ ഒരു തുണിയിൽ അല്ലെങ്കിൽ ഒരു കോട്ടണിലോ ഇതുപോലെയുള്ള മുറിവെണ്ണയാക്കിയതിന് ശേഷം ആ ഭാഗത്ത് കെട്ടിവെക്കാം. ഇനിയിപ്പം അധികം വേദനയുള്ള സമയത്ത് ഒരുപാട് തടവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് ചെറിയൊരു മസാജ് കൊടുത്താൽ മതി. അതിന് ശേഷം കുറച്ച് സമയം നമ്മളവിടെ വെച്ച് ഇരിക്കണം. ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നീട് ചൂടുള്ള വെള്ളത്തിൽ അല്പം കല്ലുപ്പും പുളിയുടെ ഇലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത് അവിടെ ഒന്ന് ചൂട് പിടിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദനയെ നിശേഷം മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ബാക്ക് പെയിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർവിക്കൽ സ്പോണ്ടൈലോസിസോ ലംബാർ സ്പോണ്ടൈലോസിസ്, കഴുത്തിനുണ്ടാവുന്ന വേദന, നടുവിനുണ്ടാവുന്ന വേദന, ഇതൊക്കെ മാറ്റാനും നമുക്ക് ഈ ഒരു മുറിവെണ്ണ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. ഇനി തേയ്മാനം ഇതുപോലുള്ള കുറച്ച് ഏജ് ആയിട്ടുണ്ടാവുന്നതാണെങ്കിൽ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത്തരം എണ്ണ അപ്ലൈ ചെയ്യുന്നതും ടീനേജേഴ്സിനൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അവരങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിൻ്റെ മറ്റൊരു ഫോമാണ് ബാം എന്നുള്ളത്. മുറിവെണ്ണ ബാം ഇപ്പോൾ ലഭ്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ആയുർവേദ ഷോപ്പിൽ പോയി വാങ്ങിക്കാവുന്നതാണ്. ഫ്രഷ് ബ്ലീഡിങ് വൂണ്ടാണെങ്കിൽ ഉപയോഗിക്കരുത് കേട്ടോ. കാരണം ആ ഒരു മുറിവിൻ്റെ നിറവ്യത്യാസം വന്നു തുടങ്ങി കഴിഞ്ഞാൽ അതിനെ ഉണക്കാനായിട്ട് അല്ലെങ്കിൽ ആ ചർമ്മത്തിൽ തന്നെ മാറ്റം വരുത്താനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഉള്ളിലേറ്റ ആ ഒരു സമയത്ത് നമുക്ക് കുമിള പോലെ വരുന്നൊരു സമയമുണ്ടല്ലോ, അതും അല്ലെങ്കിൽ അതിൽ നിന്ന് നീര് വരുന്നൊരു സമയമൊക്കെ, ആ സമയത്തൊന്നും മുറിവെണ്ണ ഉപയോഗിക്കാനായിട്ട് പാടില്ല.